അധ്യായം 24 സൂറത്തു നൂർ. മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 64. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. ഇതൊരു പ്രധാനമായ അധ്യായമാണ്. നാം ഇത് അവതരിപ്പിക്കുകയും ഇതിലെ നിയമവിധികൾ നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ നാം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. വ്യഭിചരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ഓരോരുത്തരെയും 100 വീതം നിങ്ങൾ അടിക്കുക. അള്ളാഹുവിന്റെ നിയമവിധി നടപ്പാക്കുന്നതിൽ ആ 2 പേരോടും യാതൊരു ദയയും നിങ്ങളെ പിടികൂടരുത്. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരുടെ ശിക്ഷ നടത്തുന്നിടത്ത് സത്യവിശ്വാസികളിൽ നിന്നൊരു സംഘം സന്നിഹിതരാവുകയും ചെയ്യട്ടെ. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. വേശ്യയെയോ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ വ്യഭിചാരി വിവാഹം ചെയ്യുകയില്ല. വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വേശ്യയെയും വിവാഹം ചെയ്യുകയില്ല. അത് സത്യവിശ്വാസികൾക്ക് സജ്ജനങ്ങളായ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. പതിവ്രതകളുടെ പേരിൽ വ്യഭിചാരാരോപണം നടത്തുകയും എന്നിട്ടതിന് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവരെ നിങ്ങൾ 80 അടി വീതമടിക്കുക. അവരുടെ സാക്ഷ്യം ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത്. അവർ തന്നെയാണ് അക്രമകാരികൾ. إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. അതിനുശേഷം പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്തവർ അതിൽ ഉൾപ്പെടുകയില്ല. തീർച്ചയായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. സ്വന്തം ഭാര്യമാരെപ്പറ്റി വ്യഭിചാരം ആരോപിക്കുകയും അതിന് തങ്ങൾ തന്നെയല്ലാതെ വേറെ സാക്ഷികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും താൻ സത്യവാദി തന്നെയാണെന്ന് അത്തരമൊരാൾ അല്ലാഹുവിനെ മുൻനിർത്തി 4 തവണ സത്യം ചെയ്യണം. والخامسة أن لعنة الله عليه إن كان من الكاذبين. 5-ാമതായി താൻ കള്ളവാദിയാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം തന്നിലുണ്ടാവുക തന്നെ ചെയ്യട്ടെയെന്ന് പറയണം. ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. തീർച്ചയായും അയാൾ കള്ളവാദിയാണ് എന്നവൾ അല്ലാഹുവിനെ 4 പ്രാവശ്യം സത്യം ചെയ്താൽ വ്യഭിചാരത്തിന്റെ ശിക്ഷയെ അവളിൽ നിന്ന് തട്ടിക്കളയും. والخامسة أن غضب الله عليها إن كان من الصادقين.
അയാൾ സത്യവാദിയാണെങ്കിൽ അല്ലാഹുവിന്റെ കോപം തന്നിലുണ്ടാവട്ടെയെന്ന് 5-ാം പ്രാവശ്യം അവൾ പറയുകയും വേണം. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങൾക്കുണ്ടാവുകയും തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും മഹായുക്തിമാനാവുകയും ചെയ്തിരുന്നില്ലെങ്കിൽ അവൻ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയും ഉടനെ ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. ഏറ്റവും ദുഷിച്ച ആ കള്ളവാർത്ത കെട്ടിയുണ്ടാക്കിയവർ നിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടർ തന്നെയാണ്. അത് നിങ്ങൾക്ക് ദോഷമാണെന്ന് കരുതരുത്, പക്ഷേ അത് നിങ്ങൾക്ക് ഗുണകരമാണ്. അവരിൽ ഓരോരുത്തനും താൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കും. അതിന്റെ നേതൃത്വം ഏറ്റെടുത്തവന് കഠിന ശിക്ഷ ലഭിക്കുന്നതാണ്. ലൗലാ ഇദ് സമിഅ്തുമൂഹു ظنَّൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറൻ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. നിങ്ങൾ ആ വ്യാജ വാർത്ത കേട്ടപ്പോൾ സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ സ്വന്തം ആളുകളെക്കുറിച്ച് എന്തുകൊണ്ട് നന്മ വിചാരിച്ചില്ല? ഇത് വ്യക്തമായ വ്യാജവൃത്താന്തമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ലൗലാ ജാഊ അലൈഹി ബിഅർബഅതി ശുഹദാ فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. അത് പറഞ്ഞുണ്ടാക്കിയവർ എന്തുകൊണ്ടതിന് 4 സാക്ഷികളെ അവർ ഹാജരാക്കിയില്ല? സാക്ഷികളെ കൊണ്ടുവരാതിരുന്നപ്പോൾ അല്ലാഹുവിന്റെ നിയമത്തിൽ അവർ കളവ് പറഞ്ഞവർ തന്നെയാണ്. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم. ഇഹത്തിലും പരത്തിലും അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങൾക്കുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതൊന്നിൽ പ്രവേശിച്ചുവോ അതുമൂലം വമ്പിച്ച ശിക്ഷ നിങ്ങളെ പിടികൂടുമായിരുന്നു. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. നിങ്ങൾ അത് നാക്കിൽ നിന്നും നാക്കിലേക്ക് പകരുകയും തീരെ അറിവില്ലാത്ത ഒരു കാര്യം സ്വന്തം വായ കൊണ്ട് പറയുകയും ചെയ്ത സന്ദർഭത്തിൽ ആ ശിക്ഷ പിടികൂടുമായിരുന്നു. നിങ്ങൾ ഇതൊരു നിസ്സാര കാര്യമാണെന്ന് വിചാരിക്കുന്നു. വാസ്തവത്തിൽ അല്ലാഹുവിൽ ഗൗരവമായ കാര്യമാണിത്. ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവേ, നീ പരിശുദ്ധൻ, ഇത് വമ്പിച്ചൊരു കള്ളക്കഥ തന്നെയാണ് എന്ന് അത് കേട്ടപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين. ഇതുപോലെയുള്ളത് ഇനിയൊരിക്കലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെ അല്ലാഹു ഉപദേശിക്കുന്നു. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ മേലിൽ ഇത് ആവർത്തിക്കരുത്. ويبين الله لكم الآيات والله عليم حكيم. തന്റെ ലക്ഷ്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. അല്ലാഹു സർവജ്ഞനും മഹായുക്തിമാനുമാകുന്നു. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون.
നിശ്ചയമായും സത്യവിശ്വാസികളിൽ നീചവൃത്തി വ്യാപിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ ലോകത്തും പരലോകത്തും വേദനാജനകമായ ശിക്ഷയുണ്ട്. അല്ലാഹു എല്ലാം അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم. നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടാവുകയും തീർച്ചയായും അല്ലാഹു കൃപയും കാരുണ്യവും ഉള്ളവനാവുകയും ചെയ്തിരുന്നില്ലെങ്കിൽ ഉടനെ നിങ്ങളെ അവൻ ശിക്ഷിക്കുമായിരുന്നു. أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. സത്യവിശ്വാസികളെ, നിങ്ങൾ പിശാചിന്റെ മാർഗങ്ങളെ പിൻപറ്റരുത്. പിശാചിന്റെ മാർഗങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ അവൻ പിഴച്ചു പോകുന്നതാണ് കാരണം. തീർച്ചയായും അവൻ നീചകർമ്മങ്ങളും നിഷിദ്ധ വൃത്തികളും ഉപദേശിക്കുന്നു. അല്ലാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളിൽ ആരും ഒരിക്കലും ശുദ്ധനാകുമായിരുന്നില്ല. പക്ഷേ താൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ശുദ്ധീകരിക്കുന്നു. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും സർവജ്ഞനുമാകുന്നു. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. നിങ്ങളിൽ ശ്രേഷ്ഠതയും സാമ്പത്തിക ശേഷിയുമുള്ളവർ തങ്ങളുടെ കുടുംബങ്ങൾക്കും അഗതികൾക്കും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയിട്ടുള്ളവർക്കും ധനസഹായം ചെയ്യില്ലെന്ന് സത്യം ചെയ്യരുത്. അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യട്ടെ. അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അല്ലാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. إن الذين يرمون المحصنات الغافلات المؤمنات لعنوا في الدنيا والآخرة ولهم عذاب عظيم. വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്ത പോലുമില്ലാത്ത, മനസ്സിലുമില്ലാത്ത സത്യവിശ്വാസിനികളായ പതിവ്രതകളുടെ പേരിൽ വ്യഭിചാരാരോപണം ചെയ്തവർ ഇഹലോകത്തും പരലോകത്തും ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون. സ്വന്തം നാവുകളും കൈകാലുകളും അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചവർക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം. يومئذ يوفيهم الله دينهم الحق ويعلمون أن الله هو الحق المبين. അല്ലാഹു അന്നവർക്ക് ന്യായമായ പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കും. തീർച്ചയായും അല്ലാഹു തന്നെയാണ് സ്പഷ്ടമായ നീതി പാലിക്കുന്നവനെന്നവർ ഗ്രഹിക്കുകയും ചെയ്യും. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. ദുർനടപ്പുകാരികളായ സ്ത്രീകൾ ദുർനടപ്പുകാരായ പുരുഷന്മാർക്കും ദുർനടപ്പുകാരായ പുരുഷന്മാർ ദുർനടപ്പുകാരികളായ സ്ത്രീകൾക്കുമാകുന്നു. നല്ല നടപടിക്കാരികളായ സ്ത്രീകൾ നല്ല നടപ്പുകാരായ പുരുഷന്മാർക്കും നല്ല നടപ്പുകാരായ പുരുഷന്മാർ നല്ല നടപ്പുകാരായ സ്ത്രീകൾക്കുമാകുന്നു. നല്ലവരായ അക്കൂട്ടർ ദുഷ്ടരായ ഇവർ പറഞ്ഞു പരത്തിയ കുറ്റത്തിൽ നിന്ന് സുരക്ഷിതരാണ്. അവർക്ക് പാപമോചനവും മാന്യമായ ഭക്ഷണവുമുണ്ട്. أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون.
സത്യവിശ്വാസികളെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ ആ വീട്ടുകാരോട് അനുവാദം ചോദിക്കുകയും അവർക്ക് സലാം പറയുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ പ്രവേശിക്കരുത്. അത് നിങ്ങൾക്ക് ഗുണകരമാണ്. നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടിയാണ് ഇത് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم. ഇനി അനുവാദം നൽകുവാൻ ആരെയും അവിടെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അനുവാദം ലഭിക്കുന്നതുവരെ നിങ്ങൾ അതിൽ പ്രവേശിക്കരുത്. മടങ്ങിപ്പോവുക എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ മടങ്ങിപ്പോവുക. അതാണ് നിങ്ങൾക്കേറ്റവും ഉത്തമം. നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون. നിങ്ങൾക്ക് വിശ്രമം പോലുള്ള എന്തെങ്കിലും ഉപയോഗങ്ങൾക്കായി താമസമില്ലാത്ത വീടുകളിൽ അനുവാദം ചോദിക്കാതെ പ്രവേശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ വ്യക്തമാക്കുന്നതും മറച്ചുവെക്കുന്നതും അല്ലാഹു അറിയുന്നുണ്ട്. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. നബിയെ, സത്യവിശ്വാസികളോട് അവരുടെ കണ്ണുകൾ ചിമ്മുവാനും ജനനേന്ദ്രിയങ്ങൾ സൂക്ഷിക്കുവാനും താങ്കൾ പറയുക. എന്നാൽ അവർ അപ്രകാരം ചെയ്യും. അതാണ് അവർക്ക് ഏറ്റവും ശുദ്ധിയുള്ളത്. തീർച്ചയായും അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സൂക്ഷ്മജ്ഞനാണ്. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. സത്യവിശ്വാസിനികളോടും തങ്ങളുടെ കണ്ണുകൾ ചിമ്മുവാനും ജനനേന്ദ്രിയങ്ങൾ സൂക്ഷിക്കുവാനും തങ്ങളുടെ സൗന്ദര്യത്തിൽ നിന്ന് പ്രത്യക്ഷമായതല്ലാതെ വെളിപ്പെടുത്തരുതെന്നും പറയുക. എന്നാൽ അവരും അപ്രകാരം ചെയ്യുന്നതാണ്. അവർ മക്കനകൾ കൊണ്ട് തങ്ങളുടെ ശിരസ്സും കഴുത്തും മാരിടങ്ങളും മറയ്ക്കട്ടെ. ഭർത്താക്കന്മാർ, പിതാക്കൾ, ഭർതൃപിതാക്കൾ, പുത്രന്മാർ, ഭർതൃപുത്രന്മാർ, സഹോദരന്മാർ, സഹോദരന്മാരുടെ പുത്രന്മാർ, സഹോദരിമാരുടെ പുത്രന്മാർ, തങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ, സ്വന്തം അടിമകൾ, ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഭുജിക്കാനായി തങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന സ്ത്രീകളോട് തീരെ ലൈംഗിക മോഹമില്ലാത്ത പുരുഷന്മാർ, സ്ത്രീകളുടെ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രായമാകാത്ത കുട്ടികൾ എന്നിവർക്കല്ലാതെ അവർ തങ്ങളുടെ സൗന്ദര്യം വെളിപ്പെടുത്താൻ പാടില്ല. തങ്ങളുടെ അലങ്കാരത്തിൽ നിന്ന് മറച്ചുവെക്കുന്നത് പുറത്തറിയിക്കാനായി അവർ കാലടിച്ച് നടക്കരുത്. സത്യവിശ്വാസികളെ, നിങ്ങൾ വിജയം നേടാനായി എല്ലാവരും അല്ലാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക.
وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. നിങ്ങളിൽ ഇണകളില്ലാത്ത സ്ത്രീ പുരുഷന്മാർക്കും ആൺ പെൺ അടിമകളിൽ നല്ലവർക്ക് വിവാഹം നടത്തിക്കൊടുക്കുക. അവർ ദരിദ്രരായിരുന്നാൽ തന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു അവർക്ക് ഐശ്വര്യം നൽകും. അല്ലാഹു വിശാലമായി കാരുണ്യമുള്ളവനും സർവജ്ഞനുമാകുന്നു. وَلْيَسْتَعْفِفِ الَّذِينَ لَا يَجِدُونَ نِكَاحًا حَتَّى يُغْنِيَهُمُ اللَّهُ مِنْ فَضْلِهِ وَالَّذِينَ يَبْتَغُونَ الْكِتَابَ مِمَّا مَلَكَتْ أَيْمَانُكُمْ فَكَاتِبُوهُمْ إِنْ عَلِمْتُمْ فِيهِمْ خَيْرًا وَآتُوهُمْ مِمَّا لِلَّهِ الَّذِي آتَاكُمْ وَلَا تُكْرِهُوا فَتَيَاتِكُمْ عَلَى الْبِغَاءِ إِنْ أَرَدْنَ تَحَصُّنًا لِتَبْتَغُوا عَرَضَ الْحَيَاةِ الدُّنْيَا وَمَنْ يُكْرِههُّنَّ فَإِنَّ اللَّهَ مِنْ بَعْدِ إِكْرَاهِهِنَّ غَفُورٌ رَحِيمٌ. വിവാഹം ചെയ്യാൻ ആവശ്യമായ സാമ്പത്തിക ശേഷിയില്ലാത്തവർ അല്ലാഹു തന്റെ അനുഗ്രഹത്താൽ ഐശ്വര്യം നൽകുന്നതുവരെ തങ്ങളുടെ പാതിവ്രത്യം സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ അടിമകളിൽ നിന്ന് മോചനക്കരാർ എഴുതിക്കൊടുക്കാൻ ആവശ്യപ്പെടുന്നവർക്ക് അവരിൽ നന്മയുണ്ടെന്നറിയുന്ന പക്ഷം നിങ്ങൾ മോചനക്കരാർ എഴുതിക്കൊടുക്കുക. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ധനത്തിൽ നിന്ന് അവർക്ക് നൽകുകയും ചെയ്യുക. നിങ്ങളുടെ അടിമസ്ത്രീകളെ അവർ ചാരിത്ര്യശുദ്ധി ഉദ്ദേശിക്കുമ്പോൾ ഐഹിക ജീവിത വിഭവങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് വ്യഭിചാരവൃത്തിക്ക് നിങ്ങൾ നിർബന്ധിക്കരുത്. ആരെങ്കിലും അതിനവരെ നിർബന്ധിച്ചാൽ ആ നിർബന്ധത്തിനു ശേഷം അല്ലാഹു പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനും തന്നെയാണ്. وَلَقَدْ أَنزَلْنَا إِلَيْكُمْ آيَاتٍ مُبَيِّنَاتٍ وَمَثَلًا مِنَ الَّذِينَ خَلَوْا مِن قَبْلِكُمْ وَمَوْعِظَةً لِلْمُتَّقِينَ. തീർച്ചയായും നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന പല ദൃഷ്ടാന്തങ്ങളും മുമ്പ് കഴിഞ്ഞവരിലുണ്ടായതുപോലുള്ള വൃത്താന്തങ്ങളും ഭക്തിമാർഗം കൈകൊള്ളുന്നവർക്ക് വേണ്ട സതുപദേശവും നാം ഇറക്കിത്തന്നിരിക്കുന്നു. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. അല്ലാഹു ആകാശഭൂമികളെ പ്രകാശിപ്പിക്കുന്നവനാകുന്നു. സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അവർ നൽകിയ പ്രകാശത്തിന്റെ ഉപമ വിളക്ക് വെക്കുവാനുള്ള ഒരു വിളക്കുമാടം പോലെയാണ്. അതിലൊരു വിളക്കുണ്ട്. ആ വിളക്കൊരു സ്ഫടികക്കുപ്പിയിലാണിരിക്കുന്നത്. ആ സ്ഫടികക്കുപ്പി കത്തിത്തിളങ്ങുന്ന നക്ഷത്രം പോലെയാണ്. കിഴക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ വളർന്നതല്ലാത്ത, അധികം ചൂടോ തണുപ്പോ ഏൽക്കാത്ത മധ്യ കാലാവസ്ഥയിലുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അനുഗ്രഹീതമായൊരു ഒലീവ് വൃക്ഷത്തിന്റെ എണ്ണ കൊണ്ടാണത് കത്തിക്കപ്പെടുന്നത്. അതിന്റെ എണ്ണ തീ സ്പർശിച്ചിട്ടില്ലെങ്കിൽ തന്നെ സ്വയം വെളിച്ചം നൽകാൻ പര്യാപ്തമാണ്. അങ്ങനെ പ്രകാശത്തിനുമേൽ പ്രകാശം അവനുദ്ദേശിക്കുന്നവരെ അവന്റെ പ്രകാശത്തിലേക്ക് അഥവാ സത്യത്തിലേക്ക് അല്ലാഹു നയിക്കുകയും ജനങ്ങൾക്ക് ഉപമകൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു നല്ലവണ്ണം അറിയുന്നവനാണ്.
في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. ബഹുമാനിക്കുവാനും തന്റെ നാമം പറയുവാനും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഭവനങ്ങളിൽ, പള്ളികളിൽ രാവിലെയും സന്ധ്യാസമയങ്ങളിലും അവിടെ വച്ച് പുരുഷന്മാർ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നതാണ്. അള്ളാഹുവിന്റെ നാമം പറയുന്നതിൽ നിന്നും, നിസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നും, സകാത്ത് കൊടുക്കുന്നതിൽ നിന്നും ക്രയവിക്രയങ്ങൾ അവരെ തടയുകയില്ല. ഹൃദയങ്ങളും നേത്രങ്ങളും കീഴ്മേൽ മറിയുന്നൊരു ദിവസത്തെ അഥവാ അന്ത്യനാളിനെ അവർ ഭയപ്പെടുന്നു. ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. തങ്ങളുടെ നല്ല പ്രവർത്തികൾക്ക് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകാനും തന്റെ അനുഗ്രഹത്തിൽ നിന്നവർ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നവനാണ്. والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب. സത്യനിഷേധികളുടെ ധർമ്മം പോലെയുള്ള പ്രവർത്തനങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ദാഹിച്ചവനത് വെള്ളമാണെന്ന് ധരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ ചെന്ന് നോക്കിയാൽ ഒന്നും കാണുകയില്ല. ആ സത്യനിഷേധി തന്റെ പ്രവർത്തനങ്ങൾക്കടുത്ത് അള്ളാഹുവിന്റെ നിയമത്തെ കാണുന്നതാണ്. അവനവന്റെ വിചാരണ പൂർത്തിയാക്കുകയും ചെയ്യും. അതിവേഗം വിചാരണ നടത്തുന്നവനാണ് അള്ളാഹു. أو كظلمات في بحر لجي يغشاه موج من فوقه موج من فوقه سحاب من فوقه موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من نور. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ആഴക്കടലിലെ അന്ധകാരങ്ങൾ പോലെയാണ്. തിരമാലകൾ അതിനെ മേൽക്കുമേൽ മൂടിക്കളഞ്ഞിരിക്കുന്നു. അതിന്റെ മേലെ കാർമേഘവുമുണ്ട്. അങ്ങനെ ഒന്നിനുമീതെ ഒന്നായിക്കൊണ്ടുള്ള പലതരം അന്ധകാരങ്ങൾ. തന്റെ കൈ പുറത്തേക്കു കാട്ടിയാൽ അവനത് കാണുമാറാകയില്ല. അത്രയും കൂരിരുട്ട്. അള്ളാഹു ആർക്കെങ്കിലും പ്രകാശം നൽകുന്നില്ലെങ്കിൽ അവനൊട്ടും തന്നെ പ്രകാശം ഉണ്ടാവുകയില്ല. ألم تر أن الله يسبح له من في السماوات والأرض والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون. ആകാശഭൂമികളിലുള്ളവരും വായുമണ്ഡലത്തിൽ ചിറക് വിടർത്തി പറക്കുന്ന പക്ഷികളും തീർച്ചയായും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നുവെന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ലേ? അവ ഓരോന്നും അതിന്റെ പ്രാർത്ഥനയെയും തസ്ബീഹും അറിയുക തന്നെ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യുന്നതിനെപ്പറ്റി അള്ളാഹു നല്ലതുപോലെ അറിയുന്നവനാണ്. وَلِلَّهِ مُلْكُ السَّمَاوَاتِ وَالْأَرْضِ وَإِلَى اللَّهِ الْمَصِيرُ. ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണ്. അള്ളാഹുവിങ്കിലേക്ക് തന്നെയാണ് എല്ലാവരുടെയും മടക്കം. أَلَمْ تَرَ أَنَّ اللَّهَ يُزْجِي سَحَابًا ثُمَّ يُؤَلِّفُ بَيْنَهُ ثُمَّ يَجْعَلُهُ رُكَامًا ثُمَّ
ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. തീർച്ചയായും അല്ലാഹു മേഘത്തെ പതുക്കെ വലിച്ചുകൊണ്ടുവരികയും പിന്നീടവ തമ്മിൽ യോജിപ്പിക്കുകയും അനന്തരം അതിനെ അട്ടിയാക്കുകയും ചെയ്യുന്നത് താങ്കൾ കണ്ടിട്ടില്ലേ? അങ്ങനെ അതിൽ നിന്ന് മഴ വർഷിക്കുന്നത് താങ്കൾക്ക് കാണാം. ആകാശത്ത് നിന്ന്, അതായത് മേഘ പർവ്വതങ്ങളിൽ നിന്നവൻ ഹിമക്കട്ടകളെ ഇറക്കുന്നു. എന്നിട്ട് താൻ ഉദ്ദേശിച്ചവരുടെ മേൽ അതിനെ അവൻ വീഴ്ത്തുകയും താൻ ഉദ്ദേശിച്ചവരിൽ നിന്നതിനെ തടയുകയും ചെയ്യുന്നു. മേഘത്തിൽ നിന്നുണ്ടാകുന്ന മിന്നലിന്റെ പ്രകാശം കാഴ്ചകളെ റാഞ്ചിയെടുക്കാറാകും. يقلب الله الليل والنهار إن في ذلك لعبرة لأولي الأبصار. അല്ലാഹു രാപ്പകലുകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ചിന്തിക്കുന്നവർക്കതിൽ പാഠങ്ങളുണ്ട്. والله خلق كل دابة من ماء فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء إن الله على كل شيء قدير. എല്ലാ ജീവികളെയും അല്ലാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. എന്നാൽ അവയിൽ ചിലത് ഉദരത്തിന്മേൽ ഇഴഞ്ഞു നടക്കുന്നു. 2 കാലിന്മേൽ നടക്കുന്നവയും അതിലുണ്ട്. ചിലത് 4 കാലിൽ നടക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടിക്കും. തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യത്തിനും നല്ലവണ്ണം കഴിവുള്ളവനാണ്. لقد أنزلنا آيات مبينات والله يهدي من يشاء إلى صراط مستقيم. സത്യം വ്യക്തമാക്കുന്ന വാക്യങ്ങൾ നാം അവതരിപ്പിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു നേർമാർഗത്തിൽ ചേർക്കുന്നതാണ്. ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين. ഞങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചുവെന്നും അവരെ ഞങ്ങൾ അനുസരിച്ചുവെന്നും അവർ പറയും. അതിനുശേഷം അവരിൽ നിന്നൊരു വിഭാഗമത പിന്നെയും പിന്തിരിഞ്ഞു പോകുന്നു. അവർ സത്യവിശ്വാസികൾ അല്ല തന്നെ. وَإِذَا دُعُوا إِلَى اللَّهِ وَرَسُولِهِ لِيَحْكُمَ بَيْنَهُمْ إِذَا فَرِيقٌ مِّنْهُمْ مُعْرِضُونَ. അവർക്കിടയിൽ വിധി നൽകേണ്ടതിനായി അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ അപ്പോഴതാ അവരിലൊരു സംഘം തിരിഞ്ഞു പോകുന്നവരാണ്. وَإِن يَكُن لَّهُمُ الْحَقُّ يَأْتُوا إِلَيْهِ مُذْعِنِينَ. സത്യം തങ്ങളുടെ പക്ഷത്തായിരുന്നുവെങ്കിൽ അവർ നബിയുടെ സന്നിധിയിൽ അനുസരണമുള്ളവരായി ഓടിയെത്തുമായിരുന്നു. أَفِي قُلُوبِهِم مَّرَضٌ أَمِ ارْتَابُوا أَمْ يَخَافُونَ أَن يَحِيفَ اللَّهُ عَلَيْهِمْ وَرَسُولُهُ بَلْ أُولَٰئِكَ هُمُ الظَّالِمُونَ. അവരുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും രോഗമുണ്ടോ, അതോ നബിയുടെ പ്രവാചകത്വത്തിൽ അവർ സംശയിക്കുന്നുണ്ടോ? അതുമല്ലെങ്കിൽ അല്ലാഹുവും റസൂലും തങ്ങളോട് അനീതി പ്രവർത്തിക്കുമെന്നവർ ഭയപ്പെടുന്നുണ്ടോ?
അതൊന്നുമല്ല, അക്കൂട്ടർ അക്രമികൾ തന്നെയാണ്. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. തങ്ങൾക്കിടയിൽ വിധി നൽകാനായി അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മാത്രമായിരിക്കും സത്യവിശ്വാസികൾ പറയുക. അവർ തന്നെയാണ് വിജയികൾ. ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും അവനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നുവോ അവർ തന്നെയാണ് വിജയം വരിച്ചവർ. وأقسموا بالله جهد أيمانهم لئن أمرتهم ليخرجن قل لا تقسموا طاعة معروفة إن الله خبير بما تعملون. താങ്കളവരോട് വല്ലതും കൽപ്പിച്ചാൽ അതിനായി പുറപ്പെട്ടു കൊള്ളാമെന്നവർ കപടവിശ്വാസികൾ. ശക്തമായ ഭാഷയിൽ അല്ലാഹുവെ മുൻനിർത്തി സത്യം ചെയ്തു പറയും. താങ്കൾ പറയുക, നിങ്ങൾ സത്യം പറയുകയൊന്നും വേണ്ട, നിങ്ങളുടേതെനിക്ക് പരിചയമുള്ള അനുസരണമാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലാഹു സൂക്ഷ്മജ്ഞനാകുന്നു. قل أطيعوا الله وأطيعوا الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين. താങ്കൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. ഇനി നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ തന്നെ ചുമതലപ്പെടുത്തപ്പെട്ടത് മാത്രമേ റസൂലിന് ബാധ്യതയുള്ളൂ. നിങ്ങളെ ചുമതലപ്പെടുത്തപ്പെട്ടത് നിറവേറ്റേണ്ടത് നിങ്ങളുടെ ബാധ്യതയുമാണ്. റസൂലിനെ അനുസരിച്ചാൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. റസൂലിന്റെ ചുമതല വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നു. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. നിങ്ങളിൽ സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരോട് അല്ലാഹു ഇതാ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. തീർച്ചയായും അവരുടെ മുൻഗാമികൾക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ ആ ഭൂമിയിൽ അവർക്കും പ്രാതിനിധ്യം നൽകുമെന്നും അവർക്കായി അവൻ തൃപ്തിപ്പെട്ട മതത്തെ അവർക്ക് ശക്തിപ്പെടുത്തി കൊടുക്കുമെന്നും ഭയത്തിനു ശേഷം അവർക്ക് അഭയം നൽകുമെന്നും അവർ എന്നെ ആരാധിക്കുന്നു, എന്നോട് മറ്റൊന്നിനെയും പങ്കുചേർക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ അനുഗ്രഹം ലഭിച്ചതിനു ശേഷം ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ അവർ തന്നെയാകും അക്രമികൾ. وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. നിങ്ങൾ നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സകാത്ത് കൊടുക്കുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കരുണ ലഭിക്കുന്നതിനു വേണ്ടി. لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير. സത്യനിഷേധികൾ ഭൂമിയിൽ അല്ലാഹുവിനെ പരാജയപ്പെടുത്തി കളയുമെന്ന് താങ്കൾ ധരിച്ചു പോവുകയേ ചെയ്യരുത്. അവരുടെ മടക്കസ്ഥലം നരകമാണ്. അതെത്ര ദുഷിച്ച സങ്കേതം. يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم 3 مرات
ثلاث مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء ثلاث عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടിമകളും പ്രായം തികയാത്ത കുട്ടികളും 3 സമയങ്ങളിൽ നിങ്ങളോട് പ്രവേശനത്തിന് അനുവാദം ചോദിക്കട്ടെ. സുബഹ് നിസ്കാരത്തിന് മുമ്പും ഉച്ചവിശ്രമത്തിനായി നിങ്ങൾ വസ്ത്രങ്ങൾ അഴിച്ചുവെക്കുന്ന സമയത്തും ഇശാ നിസ്കാരത്തിന് ശേഷവും. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർ കാണാൻ നാണമാകുന്ന സമയങ്ങളാണ്. മറ്റു സമയങ്ങളിൽ നിങ്ങൾക്കും അവർക്കും അനുവാദം ചോദിക്കാതെ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല. അവർ നിങ്ങളിൽ, അതായത് നിങ്ങളിൽ ചിലരിൽ ശുശ്രൂഷയ്ക്കു വേണ്ടിയും മറ്റും ചുറ്റിപ്പറ്റി നിൽക്കുന്നവരാണല്ലോ. ഇപ്രകാരം അല്ലാഹു നിങ്ങൾക്ക് മതവിധികൾ വിവരിച്ചു തരുന്നു. അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. وَإِذَا بَلَغَ الْأَطْفَالُ مِنكُمُ الْحُلُمَ فَلْيَسْتَأْذِنُوا كَمَا اسْتَأْذَنَ الَّذِينَ مِن قَبْلِهِمْ كَذَلِكَ يُبَيِّنُ اللَّهُ لَكُمْ آيَاتِهِ وَاللَّهُ عَلِيمٌ حَكِيمٌ. ഇനി നിങ്ങളിലുള്ള കുട്ടികൾ പ്രായം തികഞ്ഞാൽ അവരുടെ മുമ്പുള്ളവർ, വലിയവർ അനുവാദം ചോദിക്കുന്നത് പോലെ അവരും അനുവാദം ചോദിക്കട്ടെ. ഇപ്രകാരം അല്ലാഹു നിങ്ങൾക്കവന്റെ വചനങ്ങൾ വ്യക്തമാക്കി തരുന്നു. അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. വൈവാഹിക ജീവിതം ആഗ്രഹിക്കാത്ത വിധം വൃദ്ധകളായി തീർന്ന സ്ത്രീകൾ അവരുടെ പർദ്ധാവസ്ത്രങ്ങൾ അഴിച്ചുവെക്കുന്നതിൽ കുറ്റമൊന്നുമില്ല. പക്ഷേ ആഭരണങ്ങൾ തുടങ്ങിയവ അലങ്കാരങ്ങളവർ വെളിപ്പെടുത്തരുത്. പർദ്ദവസ്ത്രം അഴിച്ചുവെക്കാതിരിക്കലാണ് അവർക്ക് ഉത്തമം. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ولا على أنفسكم أن تأكلوا من بيوتكم أو بيوت آبائكم أو بيوت أمهاتكم أو بيوت إخوانكم أو بيوت أخواتكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو بيوت خالاتكم أو ما ملكتم مفاتحه أو صديقكم ليس عليكم جناح أن تأكلوا جميعا أو أشتاتا فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون. നിങ്ങളുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ പിതാക്കളുടെയോ മാതാക്കളുടെയോ സഹോദരന്മാരുടെയോ സഹോദരിമാരുടെയോ പിതൃസഹോദരന്മാരുടെയോ പിതൃസഹോദരിമാരുടെയോ മാതൃസഹോദരന്മാരുടെയോ മാതൃസഹോദരിമാരുടെയോ വീടുകളിൽ നിന്നോ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള വീടുകളിൽ നിന്നോ നിങ്ങളുടെ സ്നേഹിതന്മാരുടെ വീടുകളിൽ നിന്നോ ഭക്ഷണം കഴിക്കുന്നതിൽ അന്ധനോ മുടന്തനോ രോഗിക്കോ നിങ്ങൾക്ക് തന്നെയോ കുറ്റമൊന്നുമില്ല. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നതിനും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷിക്കുന്നതിനും വിരോധമില്ല. എന്നാൽ
വീടുകളിൽ പ്രവേശിക്കുമ്പോൾ അല്ലാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹീതവും പരിശുദ്ധവുമായ ഒരു അഭിവാദ്യമെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തന്നെ സലാം പറയുക. അപ്രകാരം അല്ലാഹു നിങ്ങൾക്ക് തന്റെ വചനങ്ങൾ വിവരിച്ചു തരുന്നത് നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കാൻ വേണ്ടിയാണ്. إنما المؤمنون الذين آمنوا بالله ورسوله وإذا كانوا معه على أمر جامع لم يذهبوا حتى يستأذنوه إن الذين يستأذنونك أولئك الذين يؤمنون بالله ورسوله فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم واستغفر لهم الله إن الله غفور رحيم. തീർച്ചയായും അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചവർ മാത്രമാണ് സത്യവിശ്വാസികൾ. അവർ നബിയോടൊപ്പം വല്ല പൊതുകാര്യത്തിലും സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബിയോട് ചോദിച്ചല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോവുകയില്ല. നബിയെ, തീർച്ചയായും താങ്കളോട് അനുവാദം ചോദിക്കുന്നവരാരോ അവർ തന്നെയാണ് അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നവർ. എന്നാൽ തങ്ങളുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാൻ താങ്കളോടവർ അനുവാദം ചോദിച്ചാൽ താങ്കൾ ഉദ്ദേശിച്ചവർക്ക് അനുവാദം കൊടുത്തുകൊള്ളുക. അവർക്ക് പാപമോചനത്തിനായി അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. തീർച്ചയായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. നിങ്ങൾക്കിടയിൽ ചിലർ മറ്റു ചിലരെ വിളിക്കുന്നത് പോലെ റസൂലിനെ നിങ്ങൾ വിളിക്കരുത്. എന്തെങ്കിലും മറപറ്റിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് ഊരിച്ചാടുന്നവരെ അല്ലാഹു അറിയുക തന്നെ ചെയ്യുന്നുണ്ട്. അതിനാൽ നബി തങ്ങളുടെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുന്നവർ തങ്ങൾക്ക് ഒരു വലിയ വിപത്ത് ബാധിക്കുകയോ വേദനാജനകമായ ശിക്ഷ വന്നെത്തുകയോ ചെയ്യുന്നത് നല്ലതുപോലെ സൂക്ഷിച്ചുകൊള്ളട്ടെ. ألا إن لله ما في السماوات والأرض قد يعلم ما أنتم عليه ويوم يرجعون إليه فينبئهم بما عملوا والله بكل شيء عليم. അറിയുക, തീർച്ചയായും ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. നിങ്ങൾ ഏതവസ്ഥയിലാണെന്നും അവർ കപടവിശ്വാസികൾ അവനിലേക്ക് മടക്കപ്പെടുന്ന ദിവസവും അവൻ അറിയുക തന്നെ ചെയ്യുന്നു. അപ്പോൾ അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം അവിടെ വെച്ചവൻ അവർക്ക് നൽകുന്നതാണ്. അല്ലാഹു എല്ലാ കാര്യവും ശരിക്കറിയുന്നവനാണ്.